ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും വോട്ടെടുപ്പ് ദിനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഓരോ ദിവസത്തെയും പ്രചാരണത്തെ സ്വാധീനിക്കുന്ന അജണ്ടകൾ മുന്നണികളും പാർട്ടികളും സെറ്റ് ചെയ്യാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു അജണ്ട സെറ്റ് ചെയ്ത നിശ്ചയമായും UDF ആണ്. ആ അജണ്ട കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലങ്ങളിൽ CPM BJP ഡീൽ ഉണ്ട് എന്നതായിരുന്നു. 2 ദിവസം മുമ്പേ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആ വെടി പൊട്ടിച്ചു. ഇന്നലെയും ആ ഡീൽ വിവാദം തുടർന്നു. ഇന്നും ഒരു പക്ഷേ ക്യാമ്പയിൻ വെച്ചാൽ പ്രചാരണ രംഗത്ത് ഏറ്റവും വലിയ വിഷയമായി കത്തി നിന്നത് ആ BJP CPM ഡീൽ തന്നെയാണ്. വെച്ചാൽ 10 മണ്ഡലങ്ങളിൽ ഡീൽ ഉണ്ടെന്നാണ് VD സതീശൻ പറയുന്നത്. 3 മണ്ഡലങ്ങൾ VD സതീശൻ വിശദീകരിച്ചു കഴിഞ്ഞു. പക്ഷെ അതിൽ നിന്ന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരിക്കുന്നു. കേരളത്തിൽ യഥാർത്ഥ ഡീൽ കോൺഗ്രസും BJPയും തമ്മിലാണ്, അല്ലാതെ CPM BJPയും തമ്മിൽ സംസ്ഥാനത്ത് ഒരു ഡീലും ഇല്ല എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി ഇന്ന് KC വേണുഗോപാലും രംഗത്ത് വന്നിരിക്കുന്നു. അപ്പോൾ അവരുടെ പ്രതികരണങ്ങൾ ആദ്യം കാണാം. എന്താണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ അവസ്ഥ? എന്താണ് BJPയോട് അവർ സ്വീകരിക്കുന്ന? രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എത്ര കണ്ടാണ് BJPയുടെ B ടീമായി മാറുന്നത്? എല്ലാവരുടെയും ശ്രദ്ധയിലുള്ള കാര്യമല്ലേ ഈ ഡീല്? ഞങ്ങൾ പൊളിക്കും. കാരണം കേരളം ഈ തെരഞ്ഞെടുപ്പിൽ 2 കാര്യമാണ് തെളിയിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഞാൻ കുറേ സീറ്റ് പറഞ്ഞില്ലേ? ഇന്നലെ പാലക്കാട് മാത്രമല്ലേ പറഞ്ഞില്ലേ? ഇപ്പൊ കാസർഗോഡ് പറഞ്ഞു ഇല്ലേ, മഞ്ചേശ്വരം പറഞ്ഞു, റാന്നി പറഞ്ഞു, കോന്നി പറഞ്ഞു, എത്തിയില്ലേ? ഇപ്പൊ അത്രയും ബാക്കി പറയാം. അദ്ദേഹം BJPയുടെ കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ്. CPMന്റെ ക്യാപ്റ്റനായിട്ട് അവരുടെ ആളുകൾ പറയുന്നുണ്ട് അദ്ദേഹത്തെ. പക്ഷെ ഇപ്പം BJPയുടെ ക്യാപ്റ്റനാണെന്ന് സംശയിക്കേണ്ടി വരും. രാഹുൽ ഗാന്ധി BJPയുടെ B ടീമാണെന്ന പിണറായി വിജയന്റെ വലിയ തമാശ കേരളം കേട്ടിച്ചിരിക്കും. യെസ്, അപ്പോൾ ഈ ഡീൽ ഓർ നോ ഡീൽ, അതാണ് പ്രചാരണ രംഗത്ത് ഇപ്പോൾ കത്തി നിൽക്കുന്ന വിഷയം. അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ നമ്മോടൊപ്പം സുനിൽ ഐസക്, തിരുവനന്തപുരം ബ്യൂറോ ചീഫ്, നമ്മോടൊപ്പം ചേരുന്നു. സുനിൽ, സ്വാഭാവികമായും ഇനിയിപ്പോൾ ആകെ 15 ദിവസമേ ഉള്ളൂ. ഓരോ ദിവസവും പ്രധാനപ്പെട്ടതാണ്. ഓരോ മുന്നണികൾക്കും പാർട്ടികൾക്കും ഈ പ്രചാരണ രംഗത്ത് ഒരു മേൽക്കൈ എടുക്കാൻ ഓരോ അജണ്ട സെറ്റ് ചെയ്യും. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ UDFും കോൺഗ്രസും ഈ BJP CPM ഡീൽ എന്നൊരു അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ അജണ്ടയിൽ തന്നെ തൂങ്ങിയാടുകയാണ് പ്രചാരണ രംഗം. ഇന്നും അത് തുടരുകയാണ്. അപ്പോൾ ഇത് പ്രചാരണ കാലത്ത് ഉടനീളം ഈ ഡീൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഉയർത്താൻ UDFനും കോൺഗ്രസിനും കഴിയും എന്ന സൂചനകളാണോ ഇന്നും ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിലൂടെ നമ്മൾ കാണേണ്ടത്? സൈഫുദ്ദീൻ, പ്രചാരണത്തിന് കളമൊരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി വേണ്ടത് പ്രചാരണ വിഷയങ്ങളാണ്. സ്ഥാനാർത്ഥികളൊക്കെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇനി വേണ്ടത് ആരൊക്കെ ബാക്കിയുണ്ടാവും, ആരൊക്കെ കളത്തിലുണ്ടാവും, കളത്തിൽ നിന്ന് ആരൊക്കെ ഒഴിയും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതിനു മുമ്പേ പ്രചാരണ വിഷയങ്ങൾ ഉണ്ടാവണം. ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ അജണ്ടകൾ ഉണ്ടാവണം. നമുക്കിപ്പോ ഇന്നിപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന അല്ലെങ്കിൽ 2 ദിവസമായി ഉയർന്നു വന്നിരിക്കുന്നത് BJPയുമായിട്ട് ആരാണ് ഡീൽ എന്ന ചോദ്യമാണ്. ഇതെനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി നടക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇത്തരം ആരോപണം ഇടതുമുന്നണിയും LDF UDFും സ്ഥിരമായി ഉന്നയിക്കുന്ന ആരോപണമാണ്. പക്ഷെ ഇത്തവണ ആ പടക്കത്തിന് തീ കൊളുത്തിയത് UDF ആണ്. UDF ആണ് ആദ്യം കേരളത്തിലെ പല മണ്ഡലങ്ങളിലും BJPയുമായി CPM ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു. ചില സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ അത് വ്യക്തമാണ് എന്ന ആക്ഷേപം ഉന്നയിക്കുന്നത്. അത് ഇന്നലെ അത് KC വേണുഗോപാൽ തന്നെ ഏറ്റെടുത്തു. കുറെ കൂടി കൃത്യതയോടെ KC വേണുഗോപാൽ ഏതാണ്ട് 12ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ അത്തരത്തിൽ ഡീൽ ഉണ്ടെന്ന തരത്തിലേക്ക് ആരോപണത്തിന് വ്യക്തതയും പരപ്പും ആഴവും കൊടുത്ത് ആ ആരോപണം അങ്ങനെ ഉന്നയിക്കുകയാണ്. പക്ഷേ ഇന്നിപ്പോ മുഖ്യമന്ത്രി പത്തനംതിട്ട മാധ്യമങ്ങളെ കാണുമ്പോൾ അത് ഞങ്ങളുടെ ശീലമല്ല, അത് UDFന്റെ ശീലാണ്, കോൺഗ്രസിന്റെ ശീലാണ്, അതാണ് അവര് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന മറുപടി നൽകി കഴിഞ്ഞു. അതായത് UDF പിടിച്ച ആ ആരോപണത്തിൽ UDF തൊടുത്ത ആ ആരോപണം LDF പിടിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് തെരഞ്ഞെടുപ്പ് കളത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വിഷയം അല്ലെങ്കിൽ വിവാദം എന്താണ് വരിക എന്ന് കാത്തിരുന്ന് കാണണം. ഒരുപക്ഷെ ചില ആരോപണങ്ങൾക്ക്, ചില വിവാദങ്ങൾക്ക് ഒരു ദിവസത്തെ ആയുസ് മാത്രമായിരിക്കും തെരഞ്ഞെടുപ്പ് കളത്തിൽ ഉണ്ടാവുക. ചിലത് ആ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വരെ ഉണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. തുടക്കത്തിൽ വികസനവും വികസന വിരുദ്ധതയും ഒക്കെ പറഞ്ഞു തുടങ്ങിയ മുന്നണികൾ പിന്നീട് രാഹുൽ മാങ്കൂട്ടവും അതിനുള്ള മറുപടിയും ശബരിമല സ്വർണ്ണക്കൊള്ളയും ഒക്കെയായി വിഷയങ്ങൾ ഇങ്ങനെ മാറി വരുന്നു. ഒടുവിൽ പത്മകുമാറിലും രാഹുൽ മാങ്കൂട്ടത്തിലും വിഷയം ചെന്നെത്തുന്നു. അവിടെ ആ ചർച്ച അതിൽ മാത്രം കേന്ദ്രീകരിച്ച തെരഞ്ഞെടുപ്പിലേക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സാഹചര്യം, ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്
BJPയുമായി ഡീൽ ആരാണ് എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് 10-16 ദിവസം കൂടി ഇനി മുന്നിലുണ്ട്. ഇനി 15 ദിവസം കൂടി ബാക്കിയുണ്ട്. ആ 15 ദിവസത്തിനുള്ളിൽ പല ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ഉയരും, ചർച്ചകൾ ഉയരും, ആരോപണങ്ങൾ ഉയരും. ഇനി അങ്ങോട്ട് കടുത്ത ചൂടാണ്. ആ ചൂടിന് തെരഞ്ഞെടുപ്പ് ചൂടും കൂടി ആകുമ്പോൾ ഇങ്ങനെ കേരളം വിയർത്തു പൊള്ളുന്ന, ഉരുകി ഒലിക്കുന്ന കാഴ്ചകളിലേക്കായിരിക്കും കേരളം പോവുക. അതിന് ചൂരും പകരാൻ എന്തൊക്കെ വിവാദങ്ങളാണ് വരിക എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. തീർച്ചയായും. താങ്ക് യു സുനിൽ. അപ്പോൾ എന്തായാലും ഓരോ ദിവസങ്ങളിലും പ്രചാരണ വിഷയങ്ങൾ ഇങ്ങനെ മാറി മറിയുന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുഖത്തൊക്കെ നമ്മൾ കണ്ടത്. ഇക്കുറി തുടക്കത്തിൽ തന്നെ ഈ BJP CPM ഡീലിൽ പിടിച്ചിരിക്കുകയാണ് UDF. അതിനിപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് മറുപടിയും പറഞ്ഞിരിക്കുന്നു. എത്ര ആയുസ്സുണ്ടാകും ഈ തെരഞ്ഞെടുപ്പ് വിഷയത്തിന് എന്നതാണ് ചോദ്യം. ഇപ്പോൾ സുനിൽ ഐസക് പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാര്യമായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണങ്ങളിലും ശബരിമല സ്വർണ്ണക്കൊള്ളയിലും ഒക്കെ തട്ടിയായിരുന്നു പ്രധാനമായും മുന്നോട്ട് പോയിരുന്നത്. ഇതിപ്പോൾ തുടക്കത്തിൽ BJP CPM ഡീലിലാണുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ വിവാദങ്ങൾ ഉണ്ടാകുമോ, അതോ വികസന വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ട് CPM വിചാരിക്കുന്നത് പോലെ, പ്രതീക്ഷിക്കുന്നത് പോലെ CPM നടത്തിയ അല്ലെങ്കിൽ ഈ 2 പിണറായി സർക്കാരുകൾ നടത്തിയ വികസന വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ട് അവർക്ക് ഈ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.